അപ്പോൾ ആ സഹോദരൻ പറഞ്ഞത് എൻ്റെ ദൈവം വിനോദാണ്. കാരണം എൻ്റെ മരണത്തിൻ്റെ അവസ്ഥ തന്നെ വിടിവിച്ചത് ഇത്രത്തോളം കൊണ്ടുവരാൻ ഒരു കാരണമായത് അദ്ദേഹമാണ്. അദ്ദേഹം. അതുകൊണ്ട് എൻ്റെ ദൈവം വിനോദാണ്. പുള്ളി എന്ത് പറയണോ അത് ഞാൻ അനുസരിക്കാം. എന്ത് പറഞ്ഞാൽ അത് ഞാൻ അനുസരിക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചു ഇവർ വീണ്ടും കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ ശക്തൻ സ്റ്റാൻഡിൽ മരണത്തിനോട് മല്ലടിക്കുമ്പോൾ നിങ്ങളൊന്നും അവിടെ കണ്ടില്ല. ഈ ക്രിസ്ത്യാനികൾ നിങ്ങൾ എവിടെയായിരുന്നു? ഈ പ്രാർത്ഥനക്കാർ എവിടെയായിരുന്നു? അപ്പോൾ ആ കടന്നു വന്ന ആ സഹോദരൻ എന്നോട് എതിർത്തു പറയേ അല്ലെങ്കിൽ ഒന്നും ചെയ്യും, വളരെ എളിമയോടുകൂടി വളരെ ആ മുഖം ഒന്ന് ചിരിച്ച് കാണിച്ച് ഒരു മറുപടിയുമില്ല. അതിലെല്ലാം ആ മൗനത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നീട് ഒന്നും എതിർത്ത് പറയാനും എനിക്ക് സാധിക്കില്ല. ആ മുഖം കണ്ടു കഴിഞ്ഞാൽ എതിർത്ത് പറയാനും സാധിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോകണം നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോയിക്കും. പോകാൻ ഈ പുള്ളിക്കാരൻ ഒരുക്കമാണ് ഈ സഹോദരൻ. പക്ഷെ പറയുന്നത് വിനോദ് കൂടെ വരണം, അല്ലാതെ ഞാൻ പോവില്ല. അങ്ങനെ വീണ്ടും ഈ വന്നിരിക്കുന്ന ഈ സഹോദരൻ, പ്രാർത്ഥനയിൽ നിന്ന് കടന്നു വന്ന ഈ സഹോദരനോട് പറയുകയാണ്, വിനോദ് അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ നന്നാവാൻ വേണ്ടി ഒന്ന് വിനോദിന് കൂടെ വന്നുകൂടെ? വിശ്വാസം ഇല്ലെങ്കിലും ആ വ്യക്തിയെ പ്രതിയെങ്കിലും വന്നുകൂടെ? ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് വന്നുകൂടെ എന്നോട് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ മനസ്സില്ല മനസ്സോടെ തീരുമാനമെടുക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോഴെല്ലാം പലവരുടെയും നല്ല അഭിപ്രായങ്ങൾ എനിക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്ന് പിന്തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അതിനുശേഷം നല്ല വ്യക്തികൾ ആരുമായിക്കോട്ടെ ചില നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനെ ചെവി കൊടുക്കാറുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ഗുണമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ചെവി കൊടുത്തു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ കടന്നു വരാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, എന്നെ പ്രാർത്ഥന ഹാളിലേക്ക് വിളിക്കരുത്. കാരണം ഞാൻ എനിക്ക് വേണ്ടിയല്ല വരുന്നത്. പിന്നെ സെപ്പറേറ്റ് ഒരു റൂം എനിക്ക്, കാരണം അവിടെ 3 ദിവസം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് റൂം എനിക്ക് തരണം എന്നുള്ള തീരുമാനം പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷനുകളും അവർ അംഗീകരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആ മീറ്റിങ്ങിനായിട്ട് കടന്നു പോവുകയാണ്. കടന്നുപോയി ഞങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ റൂം 2 പേർക്ക് ഒരു റൂം തന്നു. അങ്ങനെ ആ റൂമിൽ ഞങ്ങൾ കടന്നു ചെന്നു. അന്ന് വൈകിട്ട് മുതലൂടെ മീറ്റിംഗ് തുടങ്ങുകയാണ്. മീറ്റിങ്ങിന് താഴെ ഈ സഹോദരൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ആ റൂമിൽ സുഖമായിട്ടിരിക്കുകയാണ്. രാത്രി താഴെ പോയി ഭക്ഷണം കഴിച്ചു, മോളിൽ വന്ന് കൊടുക്കും. ഇങ്ങനെ മുന്നോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി താഴോട്ട് മണിയടിച്ചപ്പോൾ കടന്നു ചെന്നപ്പോൾ 2 ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം എനിക്ക് അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആരുടെ കയ്യിൽ നിന്നും ഒരു സാമ്പത്തികം വാങ്ങിയിട്ട് അല്ല നടക്കുന്നത് അവരത് ചെയ്യുന്നത്. അവരുടെ സ്വന്തം കയ്യിലുള്ളതും അങ്ങനെ എവിടെയും ചെറിയ രീതിയിൽ കിട്ടിയ ഒരു പൈസ വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. വലിയ സാമ്പത്തിക ഒന്നുമില്ല. കാരണം ഒരു നമ്മൾ ചിന്തിച്ചിരിക്കുന്ന, അതായത് അതെ പൈസ വരുന്നു, അവർ അതുപോലെ അവർ അതിനെ ചെയ്യുന്നു. പക്ഷെ ഇവിടെ അതൊന്നും ഞാൻ കണ്ടില്ല. കാരണം ഒരാൾക്ക് കൊടുക്കുന്നത് 2 3 ഇഡ്ഡലിയാണ്. അതിന് കൂടുതൽ വേണമെന്ന് നമുക്ക് പ്ലേറ്റ് കൊണ്ട് ചെന്നാൽ പോലെ അവിടെ ഇഡ്ഡലി ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. ഇഡ്ഡലി ആണെങ്കിൽ എൻ്റെ ശത്രുവാണ്, ഞാൻ ഇഡ്ഡലി കഴിക്കില്ല. അപ്പോൾ ഞാൻ പ്ലേറ്റുമായി ചെന്നപ്പോൾ ഇഡ്ഡലിയാണെന്ന് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ കഴിക്കില്ല. അപ്പോൾ വേറെ ഒന്നും കൂടെ ഇല്ല. ഞാനവിടെ പ്ലേറ്റ് അവിടെ വെച്ച് വളരെ ദേഷ്യത്തോടു കൂടി പ്ലേറ്റ് അവിടെ വെച്ച് താഴെ പുറത്തു പോയി ഞാൻ പൊറോട്ടയും കുറച്ച് ചാറും കഴിച്ച് വീണ്ടും കടന്നു വരികയാണ്. വീണ്ടും റൂമിൽ പോയി ഇരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും താഴോട്ട് വരിക. അപ്പോൾ 1.5 ദിവസം ഞാൻ ആ പ്രയർ ഹോളിലേക്ക് കടന്നു വന്നിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഞാൻ താഴെ വന്നു. മുകളിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ താഴോട്ട് വന്നു. ഒരു 100 ചില്ലാൻ പേരുണ്ടാവും ആ പ്രയർ ഹോളിനുള്ളിൽ. ആ പ്രയർ ഹോളിൽ വന്ന് ഏറ്റവും അവസാനത്തെ ആളായിട്ട് നമ്മളിരുന്നു. കസേരയിലിരുന്നു. അപ്പോൾ കൈയില്ലാത്ത കസേരയാണ്, എല്ലാ കസേരയും. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കുറച്ച് കൈയുള്ള കസേര അടക്കി വെച്ചിട്ടുണ്ട് ആ ഹോളിനകത്ത്. അതിൽ നിന്നൊരു കൈയുള്ള കസേര എടുത്ത് ഏറ്റവും പുറകിൽ ആ കസേര ഇട്ട് ഞാൻ ആ കസേരയിലിരുന്നു. അങ്ങനെ ഇരുന്ന് ഇവിടെ ഒരു സഹോദരൻ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗിച്ചിരുന്ന വിഷയം ഒരു കുടുംബം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതിനെക്കുറിച്ചായിരുന്നു അവിടുത്തെ അന്നത്തെ പ്രസംഗ വിഷയം. വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായി ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഉദാഹരണ സഹിതം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഇന്നും എനിക്കത് എൻ്റെ ഓർമ്മയിൽ അത് നിൽക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, അത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് കഥ പോലെ പറഞ്ഞിട്ട് പറയാണ് ആ പ്രസംഗികൻ പറയാണ്, അതെല്ലാം ബൈബിളിലുണ്ട്, ഇതെല്ലാം ബൈബിളിൽ ഉണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചെറിയ സംശയങ്ങൾ വരാൻ തുടങ്ങി. ഇതെല്ലാം ബൈബിളിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ പരിസരത്തുള്ള ക്രിസ്ത്യാനികൾ ഇതുപോലെയല്ല നന്നാവുന്നില്ല? അപ്പോൾ എനിക്ക് തോന്നി ഇത് ചുമ്മാ വെറുതെ പറയുന്നൊരു സംഭവമാണ്, കണ്ണിൽ പൊടിയിടാനുള്ള അഭ്യാസം. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ബൈബിളൊന്ന് തുറന്നു നോക്കണം, ഇതിലുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ല, അപ്പോൾ ഞാൻ കാവ്യം മുണ്ടുകൊടുത്തിട്ടാണ് ആ പ്രെയർ ഹോളിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, ഇത് ബൈബിളിൽ ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഈ പ്രസംഗിക്കുന്ന ഈ സഹോദരനെ 2 വാക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. 2 വാക്ക് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അതും ശക്തമായിട്ട് 2 വാക്ക് സംസാരിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി അപ്പോൾ അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ബൈബിൾ സൗജന്യമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ആ ബൈബിൾ എടുത്ത് അവിടെ പറയുന്ന ആ വേദഭാഗങ്ങൾ എടുക്കാൻ ശ്രമിച്ചു, ഒരു ശ്രമം നടത്തി. പക്ഷേ എൻ്റെ ശ്രമം മുഴുവൻ പരാജയപ്പെട്ടു. കാരണം എവിടെയാണെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ പരിശോധിച്ചുകൊണ്ട് ഇത് ഉണ്ടോ ഇല്ലേ എന്നാണ് എൻ്റെ പരിശോധന. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, ഈ സഹോദരൻ വിളിച്ചു പറയുന്ന ദൈവവചനങ്ങൾ അല്ലെങ്കിൽ ആ വാക്കുകൾ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾ എടുത്ത് വായിക്കുന്നു, കുട്ടികളടക്കം അത് ആ വാക്യങ്ങൾ എടുത്ത് ഉറക്കെ ശബ്ദമുയർത്തി വായിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇതിനകത്തുണ്ട്, ഇത് ഇതിനകത്ത് ഉണ്ട്. പക്ഷെ എനിക്ക് നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ടീ ബ്രേക്കിൻ്റെ സമയമായി. ഞാൻ ബൈബിൾ അവിടെ വെച്ച് ഞാൻ ചായ കുടിക്കാനായിട്ട് കടന്നു ചെന്നപ്പോൾ ഞങ്ങളെ ഈ പ്രെയർ ഹോളിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന, ഞങ്ങളുടെ എല്ലാ കണ്ടീഷൻസും പാലിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന ആ രാവിലെ ആ ഇഡ്ഡലി തന്ന അതേ സഹോദരൻ തന്നെയാണ് അവിടെ ചായ കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചായ വാങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ വന്നു, ഈ സഹോദരനോട് മാപ്പ് പറയണം. അത് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു സാധ്യതയുള്ള വ്യക്തിയല്ല. അങ്ങനെ ആ ചായ ഞാൻ വാങ്ങുമ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വേദനിക്കുന്ന രീതിയിൽ വന്നിട്ട് എന്നോട് ക്ഷമിക്കണം. അവിടുന്ന് ആ ചായയും ഒരു കടിയുണ്ട്, ആ കടിയും കഴിച്ച് ഞാൻ അവിടുന്ന് വീണ്ടും തിരിച്ച് ആ പ്രെയർ ഹോളിലേക്ക് കടക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ ചെരുപ്പ് അവിടെ ഊരിയിട്ട് ഉള്ളിൽ കയറുമ്പോൾ ഞാൻ ദൈവത്തോട് ആദ്യമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, പുറത്തേക്ക് കേൾക്കില്ല, കാരണം നാണക്കേടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പറയാം, ദൈവമേ, അവിടെ എടുക്കുന്ന ആ വാക്കുകൾ, വചനങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, വാക്കുകൾ എടുക്കാനുള്ള ശക്തി തായും. ഇതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം ഞാൻ ഉരുവിട്ട ഒരു സംഭവമാണ്. പുറത്ത് എൻ്റെ അരികത്ത് നിൽക്കുന്ന വ്യക്തിക്ക് പോലും അത് കേൾക്കാൻ സാധിക്കില്ല. എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആ പ്രെയർ ഹോളിനുള്ളിൽ കയറി. ഞാൻ ഇരുന്നിരുന്ന ഏറ്റവും അവസാനത്തെ കസേരയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ബൈബിൾ എടുത്ത് ഏറ്റവും ഫ്രണ്ടിലുള്ള കസേരയിലേക്ക് ചെന്ന് ഇരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ വന്നിരുന്നപ്പോൾ അവിടെ ബൈബിൾ വെക്കാതെ ഒരു കസേര കണ്ടു. ആ ചെയറിൽ വന്ന് ഞാൻ ഇരുന്നു. അവിടെ 3 ദിവസമായിട്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ഒരേ ഒരു ദൈവദാസനാണ്. ആ ദൈവദാസൻ കണ്ടപ്പോൾ ബാക്കിലിരുന്നത് ഞാൻ ഇതാ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആ ദൈവദാസനെ അറിയില്ല, അല്ലെങ്കിൽ ആ സഹോദരനെ അറിയില്ല. പക്ഷെ ആ സഹോദരൻ എന്നെ നന്നായിട്ട് അറിയാം. കാരണം എന്നെ കൊണ്ടുവന്ന വ്യക്തി എന്നെക്കുറിച്ച് അല്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെ ഫ്രണ്ടിൽ കണ്ടപ്പോൾ ആൾ പെട്ടെന്ന് ആളെ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം, സന്തോഷത്തിൻ്റെ വ്യത്യാസമാണ് ഞാൻ കണ്ടത്. അതിന് വ്യക്തി അടുത്ത് വന്നു. അങ്ങനെ സഹോദരൻ ദൈവവചനം ദേവദാസൻ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് വചനം വാക്യങ്ങൾ എടുത്ത വഴിക്ക് ഞാൻ ബൈബിള് തുറന്നത്, എൻ്റെ കയ്യിൽ ആ ദേവദാസൻ പറഞ്ഞ അതേ വാക്യം ഞാൻ എങ്ങനെ അത് ഞാൻ നോക്കിയിട്ടും തുറന്നു. ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ ബൈബിൾ ഇങ്ങനെ തുറന്ന വഴിക്ക് ആ വാക്യമാണ്, ഒരു വെണ്ടയ്ക്ക അക്ഷരം പോലെ ആ വാക്യം ബൈബിളിൽ അത് എടുത്ത് കാണിക്കുകയാണ്. അതായത് ഹൈലൈറ്റ് അങ്ങനെ എടുത്ത് ഫോക്കസ് ചെയ്ത് കാണിക്കണം ആ വാക്യം. ആ വാക്യം ഞാനാണ് ആ വാക്യം വായിക്കുന്നത്. കുറച്ച് മുമ്പ് എവിടെയാണെന്ന് അറിയാതെ തപ്പിത്തടഞ്ഞു നമ്മൾ. അതെ. ആ വാക്യം ഞാൻ വായിക്കുമ്പോൾ ആ വാക്യം കിട്ടിയ സന്തോഷമല്ല, അത് വായിക്കാൻ എനിക്ക് സാധിച്ചതിൻ്റെ ആ സന്തോഷത്തിൻ്റെ കണ്ണുനീര് ഇന്ന് ഞാനത് ഓർക്കുക. കാരണം സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീര് എൻ്റെ ആ ബൈബിളിലേക്ക് കണ്ണുനീര് വീണു. അന്ന് മുതൽ പിറ്റേ ദിവസം വരെ ആ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ദിവസം വരെ അവിടെ വചനം വായിച്ചിരുന്നത് ഞാനായിരുന്നു. യഹോവയിൽ രസിച്ചുകൊള്ളുക, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് സാധിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും അങ്ങനെ ആ വചനം വായിക്കാൻ കർത്താവ് കൃപ നൽകി. അന്നൊരു കാര്യം ഉറപ്പായി, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ പ്രാർത്ഥിച്ച വിഷയം അതിനുപോലും, അതായത് ഒരു ചടങ്ങുകളില്ലാതെ, ഒരു ആചാരങ്ങളില്ലാതെ ഞാൻ എൻ്റെ ഉള്ളിലെ ആ വേദന, എനിക്ക് അറിയേണ്ട കാര്യം ഞാൻ എൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞത് പോലും കേൾക്കുന്ന ഒരു ദൈവം, അതുവരെ ദൈവങ്ങളെ പോലും അറിയുന്ന ദൈവം. അതെ, അന്നുവരെ ദൈവത്തെ രുചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലപ്പോഴും പലരും ദൈവമാണെന്ന് പറഞ്ഞ് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു സംതൃപ്തി കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ അതുവരെ ലഭ്യമല്ലാതിരുന്ന ഒന്ന് ലഭിക്കുകയാണ്. മറുപടി കിട്ടി. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ ദൈവം കേൾക്കുന്ന ദൈവം മാത്രമല്ല, മറുപടി തരുന്ന ദൈവമാണ്.
ആ 3 ദിവസത്തെ ആ പ്രയർ മീറ്റിംഗ് കഴിയുമ്പോൾ ആ സ്റ്റേജിൽ കടന്നു വന്ന് ഞാൻ എൻ്റെ സാക്ഷ്യം പറയാണ്. ഞാൻ ഈ ദൈവത്തിന് വേണ്ടി നിന്നുകൊള്ളാം. ഒരുപാട് തെറ്റായ ജീവിതം നയിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ വിട്ട് ഈ ദൈവത്തിന് വേണ്ടി നിന്നുകൊള്ളാം എന്നൊരു തീരുമാനം സാക്ഷ്യം മുന്നിൽ വന്നുകൊണ്ട് ഞാൻ ആ തീരുമാനം പറഞ്ഞിട്ടാണ് ഞാൻ സ്വഭവനത്തിലേക്ക് ഞാനും ആ സഹോദരനും കടന്നു പോകുന്നത്. വീട്ടിൽ കടന്നുപോയി എന്തോ എന്തോ ഒരു സംഭവം കിട്ടിയതിനൊരു ഒരു സന്തോഷമായിരുന്നു എൻ്റെ ഉള്ളിൽ. കാരണം എന്തുണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷേ എന്തോ വലിയൊരു സംഭവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് ഭാര്യയോട് ആ സന്തോഷം പങ്കുവെച്ചു. ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ ഒരു 3 ദിവസം മീറ്റിംഗ് വളരെ നല്ല രീതിയിലായിരുന്നു, കാര്യങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ പറഞ്ഞു കൊടുത്തു. ഇനി നമ്മുടെ വീട്ടിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു തീരുമാനത്തിലേക്ക് വന്നു. അന്ന് വൈകിട്ട് ഭാര്യയും ഞങ്ങൾ 3 പേരും ചേർന്നിരുന്ന് അന്ന് അവിടെ ആ പ്രയർ മീറ്റിങ്ങിൽ കേട്ട പാട്ടുകൾ എന്നെ വളരെയധികം സ്പർശിച്ചു. നിത്യസ്നേഹത്താൽ ആ പാട്ടുകൾ ഒരുപാട് എന്നെ സ്പർശിച്ചു. അങ്ങനെ അവിടെ കടന്നു വന്നിരുന്ന് ഞങ്ങൾ ഒന്നിച്ച് രീതിയും ട്യൂണൊന്നും അറിയില്ലെങ്കിലും ഞങ്ങൾ ഇരുന്ന് പാത്രം കൊണ്ടുവച്ച് സ്പൂണും കൊണ്ടുവച്ച് കൊട്ടി പ്രാർത്ഥനയാണ്, പാട്ട് പാടി ഞങ്ങൾ ആ പാട്ടിൽ ഞങ്ങളിങ്ങനെ ലയിച്ചു പോവായിരുന്നു. എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഞാൻ ചെയ്തു പോയ ചില തെറ്റുകൾ, ഭാര്യയോട് പറയാതെ ചെയ്തു പോയ ചില തെറ്റുകൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓർമ്മയിലേക്ക് വന്നു. ഞാൻ അപ്പോൾ തന്നെ ഭാര്യയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വീട്ടിലില്ലാത്ത സമയത്ത്, നീ നിൻ്റെ സ്വന്തം വീട്ടിൽ പോയ സമയത്ത്, അപ്പോൾ സ്വന്തം വീട്ടിൽ 1-2 ദിവസം നിൽക്കാനുള്ള ഒരു അനുവാദമൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു, വീട്ടുകാർ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്തിരുന്നു. എൻ്റെ കൂട്ടുകാരെ കൊണ്ടുവന്നിവിടെ ചീട്ടുകളി വീടിൻ്റെ ഉള്ളിൽ നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജീവിത പങ്കാളിയുടെ ആ ഒരു മുഖഭാവം മാറി. അന്ന് രാത്രി മുഴുവൻ വീട്ടിൽ ഒച്ചയും ബഹളമായി. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ നല്ലൊരു മീറ്റിംഗ് കഴിഞ്ഞ് വന്ന ഒരു അനുഭവമുള്ള വ്യക്തിയാണ്, ഇന്നത്തെ ദിവസം കഴിഞ്ഞോട്ടെ, നമുക്ക് നാളെ സംസാരിക്കാം, അതെ നശിപ്പിക്കരുത്. പക്ഷേ പുള്ളിക്കാരി അത് കേൾക്കാൻ തയ്യാറായില്ല. പുള്ളിക്കാരി ശക്തമായിട്ടും അന്ന് രാത്രി ദിവസം ഇങ്ങനെ ഒച്ചയെടുത്തുകൊണ്ടിരുന്നു. ആ ഒച്ച എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിൾ ഞാൻ 5-6 കഷ്ണാക്കി അങ്ങനെ തന്നെ വലിച്ചു കീറി കളയുക. ഇനി ഈ ഒരു യേശു ഇവിടെ വേണ്ട, ഇനി യേശുവിനെ നമുക്ക് വേണ്ട, ഈ വീട്ടിൽ അങ്ങനത്തെ ഒരു യേശു വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് ഒച്ചയും പഴയ ഒരു സ്വഭാവം എൻ്റെ ഉള്ളിൽ വന്നു. ഞാനത് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. വല്ലാതൊരു ഭീകര അന്തരീക്ഷം ആ രാത്രിയിൽ അവിടെയായി. പിറ്റേ ദിവസം ഞങ്ങളെ ആ പ്രയർ മീറ്റിങ്ങിൽ കൊണ്ടുപോയ ആ സഹോദരന്മാർ 2 പേര് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു. കാരണം എനിക്ക് തോന്നുന്നു ഭാര്യ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലാതെ വരാൻ സാധ്യതയില്ലല്ലോ. കടന്നു വന്നു, ഞങ്ങളെ വീണ്ടും ഇരുത്തി ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് വീണ്ടും ആ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ടുവന്നു. ഞാൻ ചെയ്തത് തെറ്റാണെന്നും എൻ്റെ ഭാര്യ ചെയ്തത് തെറ്റാണെന്നും രണ്ടുപേരും ബോധ്യപ്പെടുത്തി. രണ്ടുപേരും പരസ്പരം ഞങ്ങൾ ക്ഷമ പറഞ്ഞു. ആൾ വളരെ ആ വചനത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ ഞങ്ങളുടെ കുറവ് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ആ ക്ഷമ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ആരാധന നടക്കുന്നുണ്ട്, അപ്പോൾ ആരാധനയ്ക്ക് കടന്നു വരണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മാധുര്യമാണത്. തീർച്ചയായും വന്നുപോയ പിഴവുകൾ ഏറ്റുപറയുക. തീർച്ചയായും. പക്ഷെ ആ പിഴവുകൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിന്നെ ഒന്നും ഇല്ല. ലംഘനം ഏറ്റുപറഞ്ഞവനെ അതെ അത് മോചിച്ചു കിട്ടുന്നു. പിന്നെ ഉള്ളിൽ ഒന്നുമില്ല. ആ വ്യക്തിയെ സ്നേഹിക്കുക, അതുവരെയും കടിച്ചു കീറുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ പിന്നീട് സ്നേഹിക്കാനും ആ ഒരു സ്നേഹബന്ധം ആക്കി തന്നിട്ടാണ് ഈ സഹോദരങ്ങൾ കടന്നുപോയത്. അത് എനിക്ക് തോന്നുന്നു വളരെയധികം മണിക്കൂറോളം വളരെ അധ്വാനം ചെയ്തിട്ടുണ്ട്. വളരെ മണിക്കൂറോളം ഞങ്ങൾക്ക് വേണ്ടി ഒരു പരിചയമില്ലാത്ത ഞങ്ങളെ നന്നാക്കിയതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനവുമില്ല. പക്ഷെ മണിക്കൂറോളം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ല. അവരാണ് സ്വന്തം വാഹനത്തിൽ പോയി അന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങളെ അവസ്ഥ അറിയാം. ഞങ്ങളിങ്ങനെ ഒരു HIV ബാധിതരാണ് അറിഞ്ഞിട്ട് പോലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് തീർച്ചയായും അന്ന് വരെ ഞങ്ങളുടെ അവസ്ഥയെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ അവസ്ഥയെല്ലാം അറിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് അതും പരസ്പരം പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന ഒരു വിവേചനമില്ലാതെ എടുത്ത് കഴിക്കുന്ന ഒരു രീതി അന്നാണ് ഞാൻ കാണുന്നത്. സ്വന്തം വീട്ടിൽ പോലും അങ്ങനെ ഒരു അകൽച്ചയുള്ള സമയത്ത് അപ്പോൾ എന്നെ വളരെയധികം അതെല്ലാം സ്പർശിച്ചു. ഞാനും തീരുമാനമെടുത്തു, ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് കടന്നു പോകും. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തൃശ്ശൂർ ടൗണിൽ വരണം ഒരു ആരാധന കൂടണമെങ്കിൽ. കാരണം വേറെ എവിടെയെങ്കിലും ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ആ ആരാധനയ്ക്ക് കടന്നു വരാൻ ഞാനും ഭാര്യയും തീരുമാനമെടുത്തു. അപ്പോൾ ഈ സമയത്ത് എന്നേക്കാൾ മുമ്പ് വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ യേശുവിനെ അറിയാൻ ഇടയായത് എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ബാക്കിലോട്ടായി. പറഞ്ഞു, എനിക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില ചടങ്ങുകൾ, വിശ്വാസ പ്രമാണങ്ങളോട് ഒത്തുപോകാത്തത്, അതുകൊണ്ട് അത് സാധിക്കില്ല.
പ്രാർത്ഥനയും കാര്യങ്ങളും വേണം, പക്ഷേ അവിടെ പോയിക്കൊണ്ടുള്ളൊരു പ്രാർത്ഥന നമുക്ക് അതിനോട് ആവശ്യമില്ല. യോജിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പോക്കും പിന്നെ കാരണം അറിവുള്ള വ്യക്തി പറയുമ്പോൾ, കാരണം ഇവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിവ്, ജനിച്ച ഒരു മതമാണല്ലോ, അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിവ്. അതുകൊണ്ട് എൻ്റെ പോക്കും കുറഞ്ഞു പോയി, പോകാൻ പിന്നെ സാധിച്ചില്ല. എല്ലാ ശനിയാഴ്ചയും ഈ സഹോദരൻ എൻ്റെ ഫോണിലേക്ക് വിളിക്കും. വിളിച്ചിട്ട് പറയും, വിനോദ സഹോദരൻ നാളെയാണ് ആരാധന, കടന്നു വരണം, സാമ്പത്തികമില്ലാതെ പ്രയാസമാണെങ്കിൽ പറയണം, വണ്ടിക്കൂലി തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും. വളരെ സ്നേഹത്തിലെ വിളിക്കുക. ഞാൻ കോൾ എടുക്കും, ഞാൻ വരാമെന്ന് പറയും, പക്ഷേ ഞാൻ പോകാറില്ല. അങ്ങനെ 2-3 മാസങ്ങളോളം അങ്ങനെ കഴിഞ്ഞു പോയി, ആരാധനയ്ക്ക് പോകാറില്ല. അങ്ങനെ ഒരു ദിവസം വീണ്ടും ഈ സഹോദരൻ വിളിക്കുകയാണ്, ശനിയാഴ്ച ദിവസം. അന്ന് ഞാനൊരു പുതിയ തീരുമാനമെടുത്തു, ഞാൻ കടന്നു പോകും. ആരാധന കൂടാനല്ല, കടന്നു പോയി ഈ സഹോദരൻ്റെ അടുത്ത് പോയിരിക്കും. ആ മൊബൈൽ പതുക്കെ വാങ്ങി എൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി വിളിക്കില്ലല്ലോ, കാരണം ആ സഹോദരനോട് തെറ്റായ രീതിയിൽ സംസാരിക്കാൻ താല്പര്യമില്ല, കയർത്ത് പറയാൻ പറ്റുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. കാരണം വളരെ നല്ല ഒരു സ്നേഹം സംസാരമായിരുന്നു. അന്ന് ഞാൻ ആ ആരാധനയിൽ കടന്നു ചെല്ലുക, ഈ സഹോദരൻ്റെ അടുത്ത് പോയിരുന്നു. അന്ന് ഒരു പരിചയം അവിടെയുള്ള ആരും ഒരു പരിചയവും എനിക്കില്ല. ഒരു 80ഓളം ആളുകളുണ്ട്, സഹോദരന്മാർ ആ ആരാധനാ ഹാളിലുണ്ട്. അവരൊന്നിച്ച് ദൈവത്തെ പാടുന്നു, ആരാധിക്കുന്നു. അവിടെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ അവിടെ ഉണ്ടായിരുന്നു. അത് പുറത്തുനിന്ന് വന്നതാണെന്ന് പിന്നീട് എനിക്കത് മനസ്സിലായി. ആ ദൈവദാസനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ആ ദൈവദാസൻ 1 മണിക്കൂറോളം അവിടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. ആ ദൈവവചനം സംസാരിക്കുമ്പോൾ എൻ്റെ തുടക്കം മുതലുള്ള ജീവിതം എല്ലാം മറന്നീക്കി പുറത്തു വരണം. എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തെയാണ് ആ ദൈവദാസനിലൂടെ ഞാൻ കേൾക്കാനിടവന്നു. ഞാൻ ചിന്തിച്ചു, എന്നെ അറിയ പോലുമില്ല ഈ മനുഷ്യൻ, എൻ്റെ ജീവിതം എങ്ങനെ. കാരണം ഓപ്പണായിട്ട് മൈക്കിലൂടെ ആ മനുഷ്യൻ അത് വിളിച്ചു പറയുകയാണ്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഈ ദൈവം വീണ്ടും എന്നെ സ്നേഹിക്കുന്നു, എന്നെ അടുപ്പിക്കാനുള്ള ഒരു ആഗ്രഹിക്കുന്നു. അന്ന് ഒരു പുതിയ തീരുമാനം വീണ്ടും ഞാൻ എടുക്കാം. മുമ്പൊരു തീരുമാനം എടുത്തതായിരുന്നു, അതിൽ നിലനിൽക്കാൻ സാധിച്ചില്ല, ഒരു രാത്രിയുടെ പോലും ആയുസ്സുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഇനി ഈ ദൈവമല്ലാതെ വേറെ ദൈവം എനിക്ക് വേണ്ട. അന്ന് വളരെ സന്തോഷത്തോടുകൂടി ആരാധന കഴിഞ്ഞു സ്വന്തം വീട്ടിലേക്ക് എത്തി. അന്ന് എൻ്റെ കൂടെ ആ സഹോദരനും ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് ആരോ ഒന്ന് എന്നെ, വിനോദ് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയാണ്. ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ ആരും കാണുന്നില്ല. വീണ്ടും കിടന്നു. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അതേ ശബ്ദം തന്നെ വീണ്ടും എൻ്റെ ചെവിട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 2 പ്രാവശ്യം വന്നു. 3ാമത്തെ പ്രാവശ്യം ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ഒരു പ്രേരണ വന്നു. അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ ഹോളിലൂടെ കടന്ന് പോകണം. അങ്ങനെ ഞാൻ ആ ബെഡ്റൂം തുറന്ന് പതുക്കെ ഹോളിൽ കയറി ടോയ്ലറ്റിൻ്റെ അവിടെ ചെന്ന് പതുക്കെ ആ പ്രാഥമിക കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ഞാൻ ഹോളിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രേരണ, ബൈബിൾ തുറക്കണം. അപ്പോൾ ഹോളിനകത്താണ്, കാരണം ബെഡ്റൂമിൽ ബൈബിൾ വെച്ചിട്ടില്ല. കാരണം ബൈബിളിനെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. കാരണം അത്രയും വിശുദ്ധമായി വെക്കേണ്ട ഒരു സ്ഥലമാണ്, അത് ബെഡ്റൂമിൽ വെക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഹോളിൽ വളരെ ഭംഗിയായി സുരക്ഷിതമായി വെച്ചിരുന്നു. അപ്പോൾ ആ ബൈബിൾ തുറക്കാനൊരു പ്രേരണ എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ ആ ബൈബിൾ പതുക്കെ ഒന്ന് തുറക്കാൻ ഉള്ളിലൊരു പ്രേരണ വന്നു. ആ ബൈബിൾ തുറന്ന വഴിക്ക് എനിക്ക് കിട്ടിയ വാക്യം ഇതായിരുന്നു. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് കൊറിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. ആ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനമാണ്. എനിക്ക് ഒരിക്കലും അത് മറക്കാൻ സാധിക്കില്ല. അത് എൻ്റെ ജീവിതത്തിലെ ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണത്. ആ വാക്യം ഇങ്ങനെയായിരുന്നു: ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരാണെങ്കിൽ മറ്റുള്ള മനുഷ്യരെക്കാൾ അനിഷ്ടന്മാരാണ്. അതിനെനിക്ക് വളരെ വ്യക്തമായി അത് എനിക്ക് മനസ്സിലാക്കി ലഭിച്ചത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ഭൂമിയിലെ ഈ ജീവിതം, ഇവിടെ വീട് വെക്കണം, ഈ നശിച്ചു പോകുന്ന താൽക്കാലികമായ ഈ ജീവിത സൗകര്യങ്ങൾക്ക് ക്രിസ്തുവിനെ പിൻപറ്റുകയാണെങ്കിൽ, ക്രിസ്തുവിനെ വിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ മറ്റുള്ള മനുഷ്യരെക്കാൾ അരിഷ്ടനാണ്. ക്രിസ്തുവിനെ അറിയാത്ത മനുഷ്യരെക്കാൾ മോശപ്പെട്ടവനായി, ഭാഗ്യമില്ലാത്ത നിർഭാഗ്യവനാണ്. ഇതാണ് എനിക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലായത്. അന്ന് വരെയും സ്വന്തമായൊരു വീടില്ല, സ്വന്തക്കാരാരുമില്ല. അപ്പോൾ ഒരു ചിന്തയുണ്ടായിരുന്നു, സ്വന്തം നാട്ടിലൊരു സ്ഥലമെടുത്ത് അവിടെ വലിയൊരു വീട്, ആ വീടിൻ്റെ മുകൾ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ
ആ പട്ടണം മുഴുവൻ കാണണം, ആ അല്ലെങ്കിൽ ആ പരിസരം പ്രദേശം മുഴുവൻ കാണണം. ആ വീട് എവിടെയായിരിക്കണം, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാർ കടന്നു വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിൻ്റെ പുറകു വശത്തൊരു സ്ഥലമുണ്ട്, ആ സ്ഥലമായിരിക്കണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിരിക്കണം ആ ബസ് സ്റ്റോപ്പിലായിരിക്കണം എൻ്റെ വീട്ടുകാർ വന്ന് ബസ് കയറാൻ നിൽക്കുന്നത്. അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ അതിന് ചുറ്റും മതിലുണ്ടായിരിക്കും, ആ മതിൽമിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും എൻ്റെ തറവാട്ടുകാർക്ക് പ്രവേശനമില്ല. ഗേറ്റിൻ്റെ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ഈ തറവാട്ടുകാരല്ലാതെ ആർക്കും, അതായത് ഭിക്ഷയാചകർക്കും ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട്. ഇങ്ങനെ 2 ലെറ്റർ ഉണ്ടായിരിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തെങ്കിലും വെട്ടിപ്പിടിക്കണം, അതിനു വേണ്ടി എളുപ്പ വഴിയാണ് ചീട്ട് കളിച്ച് പൈസ ഉണ്ടാക്കുക. അങ്ങനെ ഒരു ചിന്താ മനോഭാവമായിരുന്നു. പക്ഷേ എന്നോട് ദൈവം വ്യക്തമായിട്ടും ആ രാത്രിയിൽ ആ 1:30-2 മണി സമയത്ത് എന്നോട് ദൈവം വചനത്തിലൂടെ സംസാരിക്കും. പലപ്പോഴും പലവരിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം സംസാരിക്കുന്നു, പക്ഷെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഒരിക്കലും ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ദൈവമായ ഒരു ബന്ധവുമില്ലാത്ത എന്നോട് ദൈവവചനത്തിൽ നിന്നും എന്നോട് ദൈവം സംസാരിക്കുകയാണ്, മോനെ ഈ ജീവിതത്തിന് വേണ്ടി നീ എന്നെ വിളിക്കണ്ട, അങ്ങനെയെങ്കിൽ മറ്റുള്ള മനുഷ്യരെക്കാൾ നിർഭാഗ്യവനാണ്. അപ്പോൾ എൻ്റെ ഉള്ളൊരു ചോദ്യം വന്നു, ദൈവത്തോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ നിന്നെ എന്തിനാ പിന്നെ വിളിക്കുന്നത്? വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തരികയാണ്. ഇന്നാണ് എനിക്കത് മനസ്സിലായത്, ദൈവാത്മാവാണ് അതെനിക്ക് കാണിച്ചു തന്നത്. ഞാൻ ആ പേജ് എടുത്ത് ആ വാക്യം വായിച്ചപ്പോൾ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവൻ ദർശിക്കുക, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. ആ വാക്യം അതായിരുന്നു. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നത് നിത്യജീവൻ ഉണ്ട് എന്ന്, അപ്പോൾ ഈ ജീവിതമല്ല അതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ആ വചനത്തിൽ നിന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അന്ന് ആ രാത്രിയിൽ ഞാൻ എങ്ങനെ ആരാധിക്കാമെന്നൊന്നും അറിയില്ല. പക്ഷേ ആ ഹാളിൽ നിന്നുകൊണ്ട് ആ പുലർച്ചെ സമയം ഞാൻ ആ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് അന്ന് ലഭിച്ച ആ ഒരു ആ കാഴ്ചപ്പാടിൽ ഞാൻ ദൈവത്തെ അന്ന് ആരാധിച്ചതെന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിച്ചത്. പാടാൻ അറിയില്ല, എങ്ങനെ ആരാധിക്കണം എന്നറിയില്ല. ഞാൻ ആ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തോ ഒരു കൊള്ള മുതൽ കണ്ടുകിട്ടിയ പോലെയായിരുന്നു, അല്ലെങ്കിൽ എന്തോ നിധി കണ്ടുകിട്ടിയ പോലെയായിരുന്നു. ഞാൻ അന്ന് ആ രാത്രി ദൈവത്തെ ആരാധിച്ചു. ഞാൻ ആ സന്തോഷം എൻ്റെ ഭാര്യയോട് വന്ന് കിടക്കുന്ന ഭാര്യയോട് അപ്പം തന്നെ വന്ന് പങ്കുവെക്കുകയാണ്. പുള്ളിക്കാരത് കേൾക്കാൻ പോലും മനസ്സ് കാണിച്ചില്ല. അപ്പോൾ തന്നെ ഞങ്ങളെ ഈ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആ സഹോദരനുണ്ടല്ലോ, ആ സഹോദരൻ അപ്പോൾ തന്നെ മൊബൈലെടുത്ത് ആ രാത്രി സമയം നോക്കാതെ ഞാൻ ആ സഹോദരനെ വിളിക്കുകയാണ്. ആ സന്തോഷമാണ്, എന്നോട് ദൈവം സംസാരിച്ചു എന്നുള്ള ആ ശബ്ദം. ഞാൻ ആ സഹോദരനെ വിളിച്ചപ്പോൾ ആ സഹോദരൻ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, വിനോദ സമയം അറിയൂ ഇത് ഏതാണെന്നുള്ളത്. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ ആ സമയം നോക്കുന്നത് തന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ എന്നെ വിളിച്ചത് ഓക്കെ, ഇനി ആരും വിളിക്കുക, എൻ്റെ സ്വഭാവം അറിയാം, ഞാനിത് എല്ലാവരെയും അറിയിക്കുമെന്ന് ആൾക്കറിയാം. ഞാൻ എന്നിട്ടും നിന്നില്ല. അടുത്തത് ഞാൻ ആരിൽ നിന്നാണ് വചനം പ്രാരംഭത്തിൽ കേട്ടത്, അവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവരെല്ലാം ആ രാത്രി തന്നെ വിളിച്ച് ഞാൻ ആ സന്തോഷം അറിയിച്ചു, ദൈവം എന്നോട് സംസാരിച്ചു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ദൈവം എന്നോട് പറഞ്ഞത്, ഇന്ന് തന്നെ നീ നിൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട് മാപ്പ് പറയണം. ഞാൻ എൻ്റെ ഭാര്യയോട് രാവിലെ നേരം വെളുത്തു ഒരു 6 മണിയായപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് ഇങ്ങനെയും സംസാരിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് മാപ്പ് പറയണം. അപ്പോൾ എൻ്റെ ഭവനത്തിലെ അത്യാവശ്യം കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. അച്ഛനും അമ്മയും ഒരിക്കലും ഒന്നിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഭാര്യ എന്നോട് ചോദിച്ചു, ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല, കാരണം പപ്പയും അമ്മയും ഒരിക്കലും ഒന്നിച്ച് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെ സംഭവിക്കും? ഞാൻ പറഞ്ഞത് ഒന്നും എനിക്കറിയില്ല. രണ്ടാമത് ഭാര്യ പറഞ്ഞു, അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, കാരണം അവർ കയറ്റില്ല, അതൊരു പ്രയാസമായിരിക്കും. ഞാൻ പറഞ്ഞത് എന്തുമായിക്കോട്ടെ, എന്നോട് സംസാരിച്ചത് ദൈവമാണ്, ഞാൻ തീർച്ചയായിട്ടും പോകും. ഞാൻ തീരുമാനമെടുത്തു. രാവിലെ 6 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ഓട്ടോ വിളിച്ച് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ കഷ്ടി. ഞാൻ എൻ്റെ വീട്ടിൽ സ്വഭവനത്തിലേക്ക് കടന്നു ചെന്നു. അന്ന് പുറത്ത് പേപ്പറും വായിച്ച് എൻ്റെ പപ്പ ഇരിപ്പുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ വേറെ വഴി കൂടെ കടന്നു പോകുന്നതാണ് എൻ്റെ പപ്പ. പക്ഷെ അന്ന് വളരെ ശാന്തമായ എൻ്റെ പപ്പ അവിടെ ഇരുന്നു. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ഒന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് വരണം. ഒരു കുഞ്ഞ് വരുന്നത് പോലെയാണ് എൻ്റെ പപ്പ, വളരെ അനുസരണയോട്. എനിക്കത് വളരെയധികം സന്തോഷം തോന്നുക. വളരെ അനുസരണയോടുകൂടി എൻ്റെ പപ്പ എൻ്റെ ആ റൂമിനകത്തേക്ക് കടന്നു വന്നു. ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്ന് വാന്ന് പറഞ്ഞു. അമ്മയും പപ്പയും 2 പേരും വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ കാലുമ വീണ്. അതുവരെ എൻ്റെ ബുദ്ധിയായിരുന്നു. കാലുമ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ കുറവുകൾ മുഴുവൻ അവരോട് ഞാൻ ഏറ്റു പറയുന്നത്, എന്നോട് ക്ഷമിക്കണം, ഒരുപാട് കുറവുകൾ, ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. 2 പേരും കാല് പിടിച്ച് ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, സാരില്ല പോട്ടെ, അവള് പിണങ്ങി പോയില്ലേ? ചോദ്യം ഇതായിരുന്നു അവരുടെ ചിന്ത ഇതായിരുന്നു, അവള് പിണങ്ങി പോയിട്ടുണ്ടാവും, ഇനി ഇവന് വീണ്ടും കാരണങ്ങൾ പറഞ്ഞു ഇതിനകത്ത് കയറി പറ്റണം.
അപ്പോൾ അവൾ പിണങ്ങി പോയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, അവൾ പിണങ്ങി പോയിട്ടൊന്നുമല്ല. ഇന്ന് പുലർച്ച എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു നീ മാതാപിതാക്കളെ പോയിട്ട് അവരോട് ക്ഷമ ചോദിക്കണം. ഇത് കേട്ടതോടുകൂടി പപ്പയുടെ ആ ഭാവം മാറി, അമ്മയുടെ ഭാവം മാറി. അതുവരെയും വളരെ പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളതും കേൾക്കാനും എന്നോട് ചെയ്യാൻ ദൈവം പറഞ്ഞതും മുഴുവൻ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. ഞാൻ അവിടുന്ന് സന്തോഷത്തോടു കൂടി ഞാൻ മടങ്ങിപ്പോന്നു. കാരണം അപ്പോഴും എൻ്റെ ഉള്ളിൽ വീണ്ടും വിശ്വാസം വർദ്ധിക്കുക ചെയ്തിട്ടുള്ളൂ. കാരണം ഒരിക്കലും ഒന്നിച്ച് കാണാൻ പറ്റാത്ത എൻ്റെ പപ്പയെ അമ്മയെ എനിക്ക് ഒന്നിച്ച് കാണാൻ സാധിച്ചു, ഒന്നിച്ച് നിന്നു തന്നു, എനിക്ക് അവരോട് മാപ്പ് പറയാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ബുദ്ധി ഒന്നും ഞാൻ എടുക്കാതെയാണ് ഞാൻ കടന്നു പോയത്. അതിനുശേഷം പതുക്കെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളിലേക്ക് കടക്കാൻ തുടങ്ങി. ദൈവവചനം വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഒരുപാട് സംശയങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു. ആ സംശയങ്ങളെല്ലാം ദാഹമുണ്ടായതുകൊണ്ട് പല കൂട്ടായ്മകൾ കടന്നു ചെല്ലുമ്പോൾ ആ സംശയങ്ങൾ അന്ന് പ്രസംഗിക്കുന്ന വിഷയം നമ്മുടെ സംശയത്തിൻ്റെ മറുപടി ആയിരിക്കും. ഒരുപാട് 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 വചനത്തിൽ നിന്ന് പൊരുളുകൾ ദൈവം തിരിച്ചു തന്നു. അങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എത്തിയത്? അടുത്ത സ്റ്റെപ്പ് അങ്ങനെ വിശ്വാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. യേശു മാത്രമേ ദൈവമുള്ളൂ എന്ന് ഒരു ബോധ്യം, ഒരു തിരിച്ചറിവ് ഉള്ളിൽ കിട്ടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയിൽ ചില ഇടർച്ചകൾ വരാൻ തുടങ്ങി. മാനസികമായിട്ട് ചില വ്യക്തികൾക്ക് നമ്മളെ അവിടെ ലീഡ് ചെയ്യുന്നവർക്കല്ല, അവിടെ കൂടെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഒരുപക്ഷെ പുതിയതായിരിക്കാം, അവർ നമുക്കറിയില്ല, അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മൾ കാരണം അവർ പ്രയറിന് വരാതിരിക്കരുത്, ഞാൻ കാരണം ആ വ്യക്തികൾ മീറ്റിങ്ങിന് വരാതിരിക്കരുത്, അതുകൊണ്ട് പതുക്കെ നമ്മൾ മാറിക്കൊടുക്കാം. അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം HIV ബാധിതരുമായിട്ടുള്ള കൂട്ടായ്മകളുമായിട്ട് നമുക്ക് നല്ല ബന്ധം. മാസത്തിൽ ഒരിക്കൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ HIV കുറിച്ച് കൂടുതൽ അറിയാനും മെഡിസിനെ കുറിച്ച് കൂടുതൽ അറിയാനും പരസ്പരം ബന്ധങ്ങൾ, പരസ്പരം മനസ്സ് തുറക്കാനുള്ള ഒരു വേദി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം ഇവരെല്ലാം ഈ ലോക ജീവിതമായിട്ടാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലാണ് ഈ ലോകമല്ല, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ദൈവവചനത്തിലുള്ള സത്യം മനസ്സിലായപ്പോൾ അവരോടെല്ലാം തുറന്നു പറയണമെന്നൊരു ആഗ്രഹം കൂടി ഉള്ളിൽ വന്നു. അതിനൊരു വേദി നമുക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ആ വാടക വീട്ടിൽ തന്നെ ഞങ്ങൾ 4-5 പേരെ, രോഗികളായിരിക്കും 4-5 പേരെ കൊണ്ടിരുത്തി അറിയുന്നത് പോലെ ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായും ആ കൃപയ്ക്ക് അനുസരിച്ച് ആ വചനം പറഞ്ഞു കൊടുക്കാനും അവരെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമല്ല, അവരെ യഥാർത്ഥ അറിഞ്ഞത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് താല്പര്യം കാണുമ്പോൾ അവരെ പതുക്കെ ആ കൂട്ടായ്മയിലേക്ക്, ആ ആരാധനയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നീട് അവിടുത്തെ ലീഡേഴ്സ് അത് ക്രമീകരിച്ചോളും. ഈ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 15ഓളം HIV ബാധിതരായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ആ വചനം കേൾക്കാൻ ആർത്തിയോടെ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത, എനിക്ക് ദൈവവചനം കേൾക്കാനും മനസ്സിലാക്കാനും ലഭിച്ചതൊരു 3 ദിവസം താമസിച്ചുകൊണ്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ചിന്തയാണ് വന്നത്, ഇവർക്കും അങ്ങനെ താമസിച്ചുകൊണ്ടുള്ളൊരു മീറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവരുടെ ഉള്ളിലേക്കും ആ വചനം കുറേ കൂടി മനസ്സിലാകാൻ സാധിക്കും. അങ്ങനെ ഞാൻ ആ ലീഡ് ചെയ്തിരുന്ന ദേവദാസനോട് പറഞ്ഞു, എനിക്കൊരു അവസരം അങ്ങനെ ഒരുക്കി തരികയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട്. അങ്ങനെ അവരൊരു കൊച്ചു വീട് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. 3 ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് അവിടെ ചെറിയ രീതിയിലുള്ളൊരു ഭക്ഷണവും ക്രമീകരണങ്ങളും ചെയ്ത് ഞങ്ങൾ അവിടെ 10-15 പേര് അവിടെ വചനം പഠിക്കാൻ ഒരവസരം ദൈവം ഒരുക്കി തന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ കടന്നു വന്ന് തൻ്റെ ജീവിതാനുഭവവും സാക്ഷ്യങ്ങളും ദൈവവചന സത്യങ്ങളും ഞങ്ങളോട് തുറന്നു പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പേര് ആരാധനയ്ക്ക് കടന്നു വരാൻ തീരുമാനമെടുത്തു. ഒരു കൊച്ചു മീറ്റിംഗ് ആയിരുന്നു, വളരെ കൊച്ചു മീറ്റിംഗ്, 15 പേരടങ്ങുന്ന കൊച്ചു മീറ്റിംഗ് ആയിരുന്നു. അതിന് കുറച്ച് പേര് ആരാധനയ്ക്ക് കടന്നു വരാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഈ ആരാധനയ്ക്ക് കടന്നു വരാൻ തീരുമാനമെടുത്തവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ചുമതലയിലായിരുന്നു. കാരണം പലയിടത്തും ഇവർ വരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ വിളിച്ച് ചോദിക്കുക. കാരണം നമുക്ക് എങ്ങനെയാണ് ഒരു ഫോളോ അപ്പ് ലഭിച്ചത്, അതുപോലെ തന്നെ അവർക്കും ഒരു ഫോളോ അപ്പ് നമ്മളിലൂടെ കൊടുക്കാൻ ദൈവം സഹായിച്ചു. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നു, എങ്കിലും അവരെ ആരാധനയ്ക്ക് കൊണ്ടുവരാൻ കർത്താവ് സഹായിച്ചു, പലയിടത്തും സഹായിച്ചു. അങ്ങനെ അതിൽ പലവരും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും പിന്നീട് സ്നാനം എന്ന കർത്താവിൻ്റെ കൽപ്പന അത് സ്വീകരിക്കാനും കർത്താവ് സഹായിച്ചു. അതിനു മുമ്പ് എൻ്റെ ജീവിതം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞു, കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു, എൻ്റെ ഭാര്യയും കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ഞങ്ങൾ പല കൂട്ടായ്മകളിലും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒരു കർത്താവിനെ അറിഞ്ഞ്
സെപ്പറേറ്റ് മാറി ആരാധിക്കുന്ന കൂട്ടായ്മകളിലും പോയിരുന്നു, മറ്റു വചനം സംസാരിക്കുന്ന കൂട്ടായ്മകളിലും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇത് രണ്ടിൻ്റെയും വേർതിരിവ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സ്നാനപ്പെടണം എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഉള്ളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവിടെ സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ വചനം ഷെയർ ചെയ്തിരുന്ന ആ സഹോദരനോട് ഞങ്ങളുടെ നമുക്ക് സ്നാനപ്പെടണം എന്നുള്ള താല്പര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വിനോദ 2 തരത്തിലുള്ള സ്നാനമുണ്ട്. ഒന്ന് ബെന്തക്കോസ് രീതിയിലുള്ള ഒരു സ്നാനമുണ്ട്, ബൈബിൾ രീതി എന്നല്ല പറഞ്ഞത്, ബെന്തക്കോസ് രീതിയിലുള്ള സ്നാനമുണ്ട്. ഒന്ന് കത്തോലിക്ക രീതിയിലുള്ളൊരു സ്നാനമുണ്ട്. അപ്പോൾ 2 സ്നാനം ചെയ്യുകയാണെങ്കിൽ വിനോദിന് കത്തോലിക്ക രീതിയിലും പള്ളികളിലും പോകാം, പെന്തക്കോസ്ത് കൂട്ടായ്മകളിലും അവിടെയും പോകാം. പക്ഷേ വചനം വായിച്ച് മനസ്സിലാക്കുന്ന തുടക്കമായതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കൂടുതൽ സാധിച്ചില്ല. എങ്കിലും ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു 2 ദിവസം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഇരുന്ന് ഭാര്യയുമായി സംസാരിച്ചു. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചിന്ത മുഴുവനും സ്നാനപ്പെടണം, അത് കർത്താവ് നീ തന്നെ വഴി, നീ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, തുടക്കത്തിൽ നീ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഏറ്റവും വലിയ ധൈര്യം വിശ്വാസം അതായിരുന്നു. കാരണം ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിലും ദൈവം എന്നോട് സംസാരിക്കും. അങ്ങനെ ആ രാത്രിയിൽ ദൈവത്തോട് സംസാരിച്ചു, കർത്താവ് എനിക്ക് ഈ ഒരുക്കത്തിന് വേണ്ടി ഏതാണ് ശരിയെന്ന് നീ എനിക്ക് കാണിച്ചു തരണം.